ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്ത് അന്വേഷിക്കാൻ റോയൽ ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കേരളത്തിലേക്ക് വരുന്നു. അടുത്തയാഴ്ച സംഘം കൊച്ചിയിലെത്തും. അനധികൃതമായി കടത്തിയ വാഹനങ്ങളുടെ വിവരങ്ങൾ കസ്റ്റംസിൽ നിന്ന് അവർ നേടും. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, ഈ വണ്ടി അടിച്ചുകൊണ്ട് വന്നവർക്കെല്ലാം കുരുക്ക് മുറുകാനുള്ള സാധ്യത കൂടുതലാണല്ലോ. സുപ്രഭാതം. അവർക്കല്ല, നിതിന്. വെരി ഗുഡ് മോർണിംഗ്. എസ്കേൻ പറഞ്ഞ പോലെ തന്നെ അവർക്ക് കുരുക്ക് മുറുകാനുള്ള സാധ്യത ഏറെയാണ്. കാരണം നമുക്കറിയാം, ഈ കസ്റ്റംസിന്റെ ഭാഗത്തുനിന്നും ഓപ്പറേഷൻ നങ്കോറിന്റെ ഭാഗമായി തന്നെ ഈ വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. ഈ പിടിച്ചെടുത്ത ഘട്ടത്തിൽ തന്നെ ഭൂട്ടാനിൽ നിന്നുള്ള വാഹനം അനധികൃതമായി തന്നെ ഇന്ത്യയിൽ എത്തിച്ച വാഹനമാണെന്ന നിലയിൽ തന്നെയാണ് കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചതും വാഹനങ്ങൾ പിടികൂടിയതും. ആ പിടികൂടിയ ഘട്ടത്തിൽ തന്നെ ഭൂട്ടാൻ കസ്റ്റംസ് സമാന്തരമായ അന്വേഷണം ഭൂട്ടാനിൽ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥനെ ഭൂട്ടാൻ റോയൽ കസ്റ്റംസ് അവിടെ ചോദ്യം ചെയ്തിരുന്നു. അവരിൽ നിന്ന് വിവരങ്ങളൊക്കെ തേടിയിട്ടുണ്ട്. എന്നാലും അടുത്തയാഴ്ചയാണ് ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കേരളത്തിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് ഈ ഒരു ഇത്രനാൾ കസ്റ്റംസ് പിടികൂടിയ വാഹനങ്ങളുടെ വിവരങ്ങൾ തന്നെ ശേഖരിക്കും. അതോടൊപ്പം തന്നെ ഭൂട്ടാൻ കസ്റ്റംസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണ വിവരങ്ങളൊക്കെ തന്നെ കൊച്ചിയിലെ കസ്റ്റംസ് യൂണിറ്റിന് കൈമാറാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഭൂട്ടാൻ കസ്റ്റംസുമായി ആശയവിനിമയം ഇതിനകം തന്നെ നടത്തി കഴിഞ്ഞു. നമുക്കറിയാം, ഈ ഇന്ത്യയിലേക്ക് സംഘടിതമായി തന്നെ ഭൂട്ടാനിൽ നിന്ന് വാഹനം കടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വ്യാപകമായ നിലയിൽ തന്നെ വ്യാജരേഖകൾ ചമച്ച് ഇത്തരത്തിൽ വാഹനങ്ങൾ കടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ ഈ ഭൂട്ടാനിലേക്ക് ഇറക്കുമതി ചെയ്ത വാഹനങ്ങൾ സംഘടിതമായി തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്, അങ്ങനെ ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ തന്നെയാണ് ഭൂട്ടാനെ സംബന്ധിച്ച് അവിടെ നടന്നു വരുന്നത്. ആ ഒരു പശ്ചാത്തലത്തെയാണ് റോയൽ ഭൂട്ടാൻ കസ്റ്റംസ് ശക്തമായ നടപടിയിലേക്ക് പോകുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് റോയൽ ഭൂട്ടാൻ കസ്റ്റംസ് കേരളത്തിലെത്തുകയും വിവരങ്ങൾ തേടുകയും അതിനുശേഷം തുടർ നടപടിയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ഇതുവരെ SUV-യോ അല്ലെങ്കിൽ ലക്ഷറി വാഹനങ്ങളും തന്നെ ഡീ രജിസ്റ്റർ ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് റോയൽ ഭൂട്ടാൻ കസ്റ്റംസ് സംഘമുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വ്യാപകമായ നിലയിൽ തന്നെ കള്ളക്കടത്തിലൂടെ ഇന്ത്യയിലേക്ക് വാഹനം കടത്തിയിട്ടുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ കസ്റ്റംസ് സംഘമുള്ളത്. ആ നിലയിൽ തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതുവരെ 39 വാഹനങ്ങൾ കസ്റ്റംസ് സംഘം കൊച്ചിയിലെ കസ്റ്റംസ് യൂണിറ്റ് പിടികൂടിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ശക്തമായ നടപടി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി തന്നെയാണ് റോയൽ ഭൂട്ടാൻ കസ്റ്റംസ് സംഘം അടുത്തയാഴ്ച കൊച്ചിയിലെത്തുന്ന വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.